ശതമാനം കൂടിയതോടെ കൂട്ടലും കിഴിക്കലുമായി മുന്നണികൾ. ഭൂരിപക്ഷം കുറഞ്ഞാലും ഭരണത്തുടർച്ച ഉറപ്പിച്ച ഇടതുമുന്നണി. കൊടുവള്ളി, വടകര, നാദാപുരം, കോഴിക്കോട് സൗത്ത് മണ്ഡലങ്ങൾ നഷ്ടമാകുമെന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ്. അമ്പലപ്പുഴയിലും തിരൂരിലും വിജയം ഉറപ്പില്ലെന്നും കണ്ണൂരിൽ 2 സീറ്റ് നഷ്ടപ്പെടുമെന്നും വിലയിരുത്തൽ. ആത്മവിശ്വാസത്തിൽ UDF. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് നേതാക്കൾ. ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുതെന്ന് K മുരളീധരൻ. FCRA ബില്ലിനും BJPക്കുമെതിരെ ദീപിക മുഖപത്രം. PC ജോർജിനും മകനും വിമർശനം. തീവ്രവാദത്തിനെതിരായ നീക്കങ്ങൾക്കുള്ള പിന്തുണ എന്തക്രമത്തിനുമുള്ള ബ്ലാങ്ക് ചെക്ക് അല്ല എന്ന് മുഖപ്രസംഗം. ഭീഷണിയുമായി വരുന്ന പ്രാദേശിക രാഷ്ട്രീയ കവലച്ചട്ടമ്പികളും അത് മറക്കരുതെന്ന് വിമർശനം. കവലച്ചട്ടമ്പി എന്ന് ഉദ്ദേശിച്ചത് ഫാരിസ് അബൂബക്കറിന്റെ വാപ്പയായിരിക്കുമെന്ന് PC ജോർജ്. ക്രിസ്ത്യാനികളുടെ മുഖപത്രം എന്ന ലേബലിൽ BJPയെ വിമർശിക്കേണ്ട എന്ന് ഷോൺ ജോർജ്. ഭീഷണിപ്പെടുത്തിയാൽ നേരിടുമെന്ന് VD സതീശൻ. കുംഭമേളയിലെ വൈറൽ താരത്തിന്റെ വിവാഹത്തിൽ പ്രതിരോധത്തിലായി CPM. മധ്യപ്രദേശ് പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തതോടെ കേരളത്തിലെ പാർട്ടി നേതൃത്വവും വെട്ടിൽ. രക്തഹാരവും പൂച്ചെണ്ടും നൽകി സ്വീകരിച്ചത് MV ഗോവിന്ദൻ, V ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ. സ്വയം വിമർശനം നടത്തേണ്ട ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് MA ബേബി. CPM നേതാക്കൾക്കെതിരെ കോൺഗ്രസും BJP. ഇറാൻ US നയതന്ത്ര പ്രതിനിധി ചർച്ചകൾ ഇസ്ലാമാബാദിൽ. ഇറാൻ പ്രതിനിധി സംഘം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തി. വിദേശ ബാങ്കുകളിലുള്ള ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുകൾ വിട്ടു നൽകാൻ US സമ്മതിച്ചതായി റിപ്പോർട്ട്. സ്ഥിരീകരിക്കാതെ അമേരിക്ക. ഹോർമുസ് തുറക്കാൻ സൈനിക നടപടിയുമായി US. വെടിനിർത്തലിനായി ഇസ്രായേൽ ലബനൻ ചർച്ച ചൊവ്വാഴ്ച വാഷിംഗ്ടണിൽ. ചന്ദ്രനെ ചുറ്റിയ ചരിത്ര സംഘം ഭൂമിയിൽ. 10 ദിവസത്തെ ദൗത്യത്തിന് ശേഷം ആർട്ടിമിസ് 2 പുലർച്ചെ 5:37 ശാന്തസമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്തു. 4 യാത്രികരും സുരക്ഷിതർ. ചിക്കമംഗലൂരുവിൽ മരണപ്പെട്ട പാലക്കാട് സ്വദേശി ശ്രീനന്ദയ്ക്ക് കണ്ണീരോടെ വിട നൽകി പ്രിയനാടും ബന്ധുക്കളും. കടമ്പഴിപ്പുറത്തെ വീട്ടിൽ പൊതുദർശനം നടത്തി. സംസ്കാരം ഐവർമഠം ശ്മശാനത്തിൽ. മരണകാരണം തലയുടെ വലതുഭാഗത്തേറ്റ ഗുരുതര പരിക്കെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കോഴിക്കോട് നാദാപുരത്ത് പുഴയിൽ കുളിക്കാനിറങ്ങിയ 3 പേർക്ക് ദാരുണാന്ത്യം.